കർത്താവായ യേശു ക്രിസ്തുവിനെ നിരുപാധികം ആത്മാർത്ഥതയോടും പരമാർത്ഥതയോടും സ്നേഹിക്കുന്ന ധാരാളം ഭക്തന്മാരായ മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. അവർ വ്യവസ്ഥ വെച്ച് ദൈവത്തെ സേവിക്കുന്നവരല്ല. അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ വേണ്ടിയും അല്ല അവർ ദൈവത്തെ സ്നേഹിക്കുന്നത്. പാപത്താൽ നിറയപ്പെട്ട അവരെ ക്രിസ്തു തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് അവരുടെ പാപങ്ങളെ കഴുകി അവരെ വിശുദ്ധരാക്കി വായിൽ പുതിയ പാട്ട് കൊടുത്ത് കാലുകളെ പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി ആ അനുഭവത്തോടുകൂടി ജീവിക്കുന്ന ദൈവമക്കൾ നിരുപാധികം കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തെ മാറി നിന്ന് നിരീക്ഷിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അവർ ക്രിസ്തുവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവിടുത്തെ സ്നേഹം മാത്രമാണ്. ഇങ്ങനെയുള്ളവർ ഒരുപാട് സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷ്യം ജീവിതം കൊണ്ട് പ്രസ്താവിക്കുന്നവരാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം ആളുകൾ ഇങ്ങനെയുള്ളവരെ നിരീക്ഷിക്കുകയും അവർക്ക് ഹൃദയത്തിൽ വലിയ വിലയും സ്ഥാനവും കൊടുക്കുകയും ചെയ്യുന്നവരാണ്. പല ക്രൈസ്തവരും പൊള്ളയായ ക്രിസ്തീയ ജീവിതം ആണ് നയിക്കുന്നത് എന്ന് ലോകത്തിലെ ദൈവമില്ലാത്ത ജാതികളായ മനുഷ്യർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരുടെ ഇടയിലൊരു ശേഷിപ്പുണ്ട്. അവരെയും ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ഓർപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നാം മറ്റുള്ളവരാൽ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ വായിക്കുന്ന ഒരു പത്രം ആകുന്നു നാം ഓരോരുത്തരും. നമ്മിൽ എന്താണോ കാണുന്നത് അതാണ് മറ്റുള്ളവർ വായിക്കുന്നത്. മനുഷ്യർ മാത്രമല്ല നമ്മുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നത്. 1 പത്രോസ് 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷം അറിയിക്കുന്നവരുടെ കാൽ മനോഹരമാണ്. പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവർ സുവിശേഷം അറിയിക്കുമ്പോൾ മറ്റുള്ളവർ അത് ഗ്രഹിക്കുന്നു. കാരണം അവർ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ സുവിശേഷം അറിയിക്കുന്നവരാണ്. സുവിശേഷം അറിയിക്കുന്നവർ അവർ പ്രസംഗിച്ച സുവിശേഷം കേട്ട് വിശ്വസിച്ച് ആളുകൾ യേശുവിനെ സ്നേഹിക്കുന്നതും നാനാ പരീക്ഷകൾ അവർക്കുണ്ടായിട്ടും അവരുടെ രക്ഷകനും കർത്താവുമായ യേശുവിനെ ധ്യാനിച്ച് പ്രതിസന്ധികളുടെ നടുവിൽ അചഞ്ചലരായി ഉറപ്പോടെ നിൽക്കുന്നതും ദൂതന്മാരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. പഴയ നിയമത്തിൽ ദൈവദൂതന്മാരുടെ ശുശ്രൂഷകൾ അനുഭവിച്ച ഒരുപാട് ഭക്തന്മാരുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ് എന്ന് ദൈവവചനം വിശേഷിപ്പിക്കുന്നത്. ഏലിയാവ് മരുഭൂമിയിലെ ചൂരച്ചെടിയുടെ തണലിൽ നിരാശനായി കിടന്നുറങ്ങിയ സമയത്ത് ദൂതൻ്റെ ശുശ്രൂഷ അനുഭവിച്ചത് നാം കാണുന്നുണ്ട്. ദാനിയേൽ പല പ്രാവശ്യം ദൈവദൂതന്മാരുടെ ശുശ്രൂഷ അനുഭവിച്ചിട്ടുണ്ട്. അവരൊക്കെയും ദൂതന്മാരുടെ ശുശ്രൂഷ അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അനുഭവിക്കുന്ന ആത്മിക സന്തോഷം ആശ്ചര്യത്തോടെ നോക്കിക്കാണുന്ന ദൂതന്മാരെക്കുറിച്ചാണ് ഇന്നത്തെ ധ്യാനവാക്യത്തിൽ നാം വായിക്കുന്നത്. ദൂതന്മാർ നിരന്തരം ദൈവത്തിൻ്റെ വിശുദ്ധിയെയും മഹത്വത്തെയും പാടിപ്പുകഴ്ത്തുന്നവരാണ്. എന്നാൽ ഭൂമിയിൽ വലിയ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും കൂരിരുൾ താഴ്വരയിൽ കൂടി അവർ പോകുമ്പോഴും ചുറ്റും ശത്രുക്കൾ അവരെ വളയുമ്പോഴും എല്ലാം പ്രതികൂലമാകുമ്പോഴും ഒന്നും മുൻപിൽ കാണാതിരിക്കുമ്പോഴും
അടുത്ത് ചുവട് വെക്കുവാൻ ഇടം ഇല്ലാതിരിക്കുമ്പോഴും കർത്താവിൽ ആനന്ദിക്കുന്ന, സന്തോഷിക്കുന്ന, യേശുവിനെ പാടിപ്പുകഴ്ത്തുന്ന വിശുദ്ധന്മാരെ ആശ്ചര്യത്തോടെ ദൂതന്മാർ നോക്കിക്കാണുന്നു എന്ന് പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഇത് വളരെ അത്ഭുതകരമായ ഒരു വചനം തന്നെയാണ്. നാം നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരാൽ. മാത്രമല്ല, യഥാർത്ഥ ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ആത്മീക ഫലങ്ങൾ ദൂതന്മാർ കാണുമ്പോൾ അത് അവരെ ആവേശഭരിതരാക്കുന്നു. അവർക്ക് വേണ്ടി ജീവൻ കൊടുത്ത യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഏത് കഷ്ടതയിലും പാടി ആരാധിക്കുന്ന വിശുദ്ധന്മാരെ കാണുമ്പോൾ സ്വർഗത്തിൽ സന്തോഷം അലയടിക്കുകയാണ്. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ മുതൽ ദൂതന്മാരുടെ ഇടയിൽ സന്തോഷം ആരംഭിക്കുന്നു എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. മാനസാന്തരപ്പെടുന്ന പാപികളെ ചൊല്ലി സ്വർഗത്തിലെ ദൂതന്മാരുടെ ഇടയിൽ വലിയ സന്തോഷമുണ്ടാകുന്ന കാര്യം ലൂക്കോസ് 15-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപികൾ മാനസാന്തരപ്പെടുന്നത് കണ്ട് സന്തോഷിക്കുന്ന ദൂതന്മാർ യഥാർത്ഥത്തിൽ വിശുദ്ധിയിലും സ്നേഹത്തിലും കഷ്ടപ്പാടുകളുടെ നടുവിലും ദൈവത്തെ ആരാധിക്കുന്നത് കാണുമ്പോൾ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്ന ദൂതന്മാരെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ ഓർപ്പിക്കുന്നു. നാം അനുഗ്രഹീതർ തന്നെയാണ്. ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്താം. കർത്താവേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. വചനം കേൾക്കുന്ന എല്ലാവരും കർത്താവിൽ സന്തോഷിക്കുന്ന ജീവിതം നയിപ്പാൻ കൃപ കൊടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.